ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സലാല യാത്രത്തിലെ മൂന്നാമത്തെ ദിവസമാണ്. ഞാൻ ആദ്യമായിട്ട് തന്നെ പോകുന്നത് ചേരുമാൻ പെരുമാളിൻ്റെ സ്ഥലത്താണ്. അപ്പോൾ പോകുന്ന വഴിയിൽ കുറേ കോക്കനട്ട് ട്രീസ് എല്ലാം കണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും കേരളത്തിലൊന്നും അത്ര കോക്കനട്ട് ട്രീസ് ഒന്നും ഇല്ല, ഇപ്പം കാണാൻ പറ്റില്ല. അപ്പം കുറച്ചും കൂടി ദൂരെ പോയാൽ ഒരു ഓഫ് റോഡിലൂടെ പോകണം. കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ട് അതിലൂടെ ഓഫ് റോഡിലൂടെയാണ് പിന്നിലെ യാത്ര. ഇപ്പം എത്തിയില്ല, ഇപ്പം എത്തും. ഓഫ് റോഡ് യാത്ര. ഇനി കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ പക്ഷേ ലെഫ്റ്റും റൈറ്റും നോക്കുമ്പോൾ നല്ല കൃഷി ചെയ്യുന്ന ഇടങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ചേരുമാൻ പെരുമാളിൻ്റെ സ്ഥലം. അവിടെ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ മലയെല്ലാം അത് മലയാന്നല്ല, എന്നാലും അങ്ങനെ കയറി കളിക്കെല്ലാം ചെയ്തു. എന്നിട്ട് പിന്നെയും നമ്മൾ വിട്ടു. അപ്പം നമ്മൾ പോകുന്ന വഴിയിലും പിന്നെയും വലിയ വലിയ കൃഷിയിടങ്ങളെല്ലാം കണ്ടു. അവിടെ റൈറ്റിലോട്ടേക്കും ലെഫ്റ്റിലോട്ടേക്കും നോക്കിയാൽ കൃഷിയിടം തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ പോകുമ്പം അവിടെ ഒരു ഫോർട്ട് കാണും. അത് ശരിക്കും ഒരു ആർക്കിയോളജിക്കൽ പാർക്കാണ്. പക്ഷെ അത് വലുതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. പക്ഷെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അടുത്ത് നമ്മൾ പോയത് ഹൂദ് നബിയുടെ സ്ഥലത്താണ്. അത് മലയുടെ അടുത്തെല്ലാമാണ് ഉള്ളത്. അപ്പം നമ്മൾ നേരെ മലേൻ്റെ മുകളിൽ കയറുന്നു. അങ്ങ് ദൂരെ ഒരാൾ 4 വീലറായിട്ട് പിക്നിക്കിന് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ സ്ഥലം ഭയങ്കര നല്ല സ്ഥലമാണ് പിക്നിക്കിനെല്ലാം. സലാലിലെ കൂടുതൽ സ്ഥലത്തും You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match, that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're the spark to blame. And it's fire, burning holes inside my brain. നമ്മൾ ഹൂദ് നബീൻ്റെ വഴിയിൽ പോകുമ്പോൾ കുറേ ചാണകമെല്ലാം കണ്ട് എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. പശുക്കളെല്ലാം മേയാൻ വരുന്ന സ്ഥലമാണ് ഇത്. ഇവിടെയും ഞങ്ങൾക്ക് നല്ല രസകരമായ കാഴ്ച കാണാം. Can you hear a thing? 'Cause you lit the match, that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire. ഇവിടെ ഈ റോട്ടിൽ ആരും കാണുന്നില്ല, എന്താന്ന് എനിക്കറിയില്ല. ഇതാ അവിടുന്ന് ഒരു വണ്ടി വരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങ് കാണുന്ന അവിടെയാണ് ഹൂദ് നബി ഉള്ള സ്ഥലം. അവിടുന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത്
നമ്മൾ തിരിച്ചു വന്നു. കുറേ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. പിന്നെയും കാർ യാത്ര അങ്ങോട്ടേക്ക് തന്നെ, റോഡിൽ തന്നെ. നല്ല നല്ല സീനറിയെല്ലാം കാണുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിലത്തെ ഒന്നാണ് ഇത്. എന്നിട്ട് നമ്മൾ നേരെ സാഹൽനൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. ഇതാ നമ്മൾ എത്താൻ ആയപ്പോഴേക്കും അവിടെ ചെറുങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം കണ്ട്. അപ്പം ടയർ ക്ലീൻ ആക്കാനെല്ലാം നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് കാർ എടുത്തു. അവിടെയെല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ സ്ഥലത്ത് അങ്ങനെ തന്നെയായിരുന്നു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. വെള്ളച്ചാട്ടമെല്ലാം ഉള്ള അവിടെ വെള്ളമില്ല കൊണ്ട് ഞാൻ വെള്ളത്തിലൂടെയാണ് നടന്നത്. അതാണ് കാണുന്നത്. നല്ല ശുദ്ധമായ വെള്ളമാണത്. നല്ല തണുത്ത വെള്ളമാണ്. ശരിക്കും തണുപ്പൊന്നുമില്ല, പക്ഷെ ഒരു നോർമൽ തണുപ്പുണ്ട്, ഒരു റിഫ്രഷിങ് തണുപ്പുണ്ട്. അതിലൂടെയെല്ലാം കാലൊക്കെ നല്ല സുഖമാണ്. അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്ത് ശരിക്കും നല്ല കാണുമ്പോൾ നല്ല രസമുള്ള സ്ഥലമായിരുന്നു. നല്ല കുറേ മീനെല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. ഞങ്ങൾ വള്ളത്തിലൂടെ ആയിരുന്നു നടന്നത്. അപ്പം നമ്മൾ ഇത് കണ്ടു. അപ്പോൾ ഇത് വാട്ടർഫോളാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്. അവിടെ കുറേ കല്ലുണ്ടായിരുന്നു. കല്ലിൻ്റെ മേലെ കയറിയും ഇറങ്ങിയും കളിക്കേണ്ട വരെയായിരുന്നു. കുറച്ച് വെള്ളമുണ്ട്. പിന്നെ റിഫ്രഷിങ്. പിന്നെ നമ്മൾ സാലിഹ് നബീൻ്റെ ഒട്ടകത്തിൻ്റെ അവിടെ പോയി. അത് വലിയ 2 ഹോളാണ് സാലിഹ് നബിയുടെ ഒട്ടകത്തിൻ്റെ കാൽപ്പാട്. എന്നിട്ട് നമ്മൾ നേരെ സാൻഡ് ഡ്യൂൺസിൽ പോയി. ഇവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം 4 വീലറെല്ലാം എടുത്തിട്ട് നല്ല കാറെല്ലാം സാൻഡ് ഡ്യൂൺസിൻ്റെ മേലെല്ലാം കയറ്റി കളിക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പോയത് റസാത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇത് നല്ല കാഴ്ചയുള്ള സ്ഥലം തന്നെയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്ത്. ഇതായിരുന്നു നമ്മളുടെ ലാസ്റ്റ് പ്ലേസ്. അവിടെ കുറേ വെള്ളം ഉണ്ടായിരുന്നു. നല്ല കുറേ വെള്ളം, നല്ല തണുത്ത വെള്ളമായിരുന്നു. ഞാൻ അവിടെ കാലും വെച്ചു. അപ്പോൾ പിന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജ് അവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് കയറുമ്പം മേലെ ആയിരിക്കും ഒരു ഗുഹ. അത് നമ്മൾ കണ്ടോളം ഒരു വലിയ ഗുഹയല്ലായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ നിന്നും കുറച്ച് ഫോട്ടോ എടുത്തു. ഓക്കെ, അങ്ങനെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.